അബ്ദുൾ റഷീദ്, എന്തായാലും പ്രകോപനവുമായി വീണ്ടും പാകിസ്ഥാൻ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു. ജമ്മു കാശ്മീരിലടക്കം വിവിധ നഗരപ്രദേശങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നു. അബ്ദുൾ റഷീദ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഈ പ്രകോപനം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പോലും ജനവാസ മേഖലയെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങളൊക്കെ തടയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ പലർക്കും പരിക്ക് പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ അബ്ദുൾ റഷീദ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഡ്രോണുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ നിരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നൊരു ഒരു അനുമാനം നമുക്ക് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അത്തരത്തിലുള്ള സൂചനകളായിരുന്നു നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഇത്തരത്തിൽ ആക്രമണങ്ങൾ സംഭവിക്കുമ്പോഴാണ് അതിനകത്ത് ആയുധശേഖരം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നത്. അത്രമാത്രം വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു, ആളുകൾക്ക് പൊള്ളലേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു പക്ഷേ ഇന്നലെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഏകദേശം 400ഓളം ഡ്രോണുകളായിരുന്നു ഇന്ത്യൻ സൈന്യം വെടിവെച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് വളരെ വലിയ അപകടത്തിൽ നിന്നാണ് പാവപ്പെട്ട ജനങ്ങളെ സൈന്യം രക്ഷിച്ചത് എന്നുള്ളത്. അബ്ദുൾ റഷീദ്. ഭദ്ര, തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് വിലയിരുത്താനാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളോ അപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ വഹിച്ചുകൊണ്ടുള്ള ഡ്രോണുകളാണ് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് എത്തിയിട്ടുള്ളത് എന്നൊരു സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. കാരണം ജമ്മു കാശ്മീരിലെ ഈ വിവിധ മേഖലകളിൽ തീപിടുത്തവും സ്ഫോടനവും ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം മിർസാപൂരിലടക്കം സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ടുള്ള ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആ ഡ്രോണുകൾ കൃത്യമായിട്ടുള്ള ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഈ സ്ഫോടനത്തിന് കാരണമായിട്ടുള്ളത് പ്രധാനമായും ഇത്തരത്തിൽ ഈ ഡ്രോണുകളെ ഇന്ത്യൻ സേനയുടെ ഭാഗത്ത് നിന്ന് നിർവീര്യമാക്കുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിരവധി മേഖലകളിൽ ഇപ്പോൾ സ്ഫോടനം ഉണ്ടായിട്ടുള്ളൊരു നിഗമനത്തിലേക്ക് ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസും അതോടൊപ്പം പഞ്ചാബിലെ പോലീസും എത്തിയിരിക്കുന്നത്. നിലവിൽ പഞ്ചാബിൻ്റെ തുറസായ വിവിധ മേഖലകൾ, അതായത് കൃഷികൾ അടക്കമുള്ള ഈ പാടശേഖരങ്ങളിലേക്ക് വിവിധ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ എത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തിരച്ചിലുകൾ ഇപ്പോൾ ജമ്മു കാശ്മീരിലും അതോടൊപ്പം പഞ്ചാബ് പോലീസിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. അതേസമയം എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിൽ ഇപ്പോൾ ഈ ബ്ലാക്ക് ഔട്ട് നിരീക്ഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വിവിധ മേഖലകളിലേക്ക് 100-ലധികം ഡ്രോണുകൾ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. കാരണം ജമ്മു കാശ്മീരിൻ്റെ 14 ഇടങ്ങളിൽ, നേരത്തെ 11 ആയിരുന്നു, ഇപ്പോൾ 14 ഇടങ്ങളിലേക്ക് ഡ്രോണുകൾ എത്തിയിട്ടുണ്ട്. നിരവധി മേഖലകളിൽ ഡ്രോണുകൾ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം ജമ്മു കാശ്മീരിന് പുറമെ പഞ്ചാബിൻ്റെയും അമൃത്സർ, അതായത് രാജസ്ഥാനിലെ അമൃത്സർ മേഖലകളിലേക്കും ഡ്രോണുകൾ എത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൈന്യം വ്യക്തമാക്കുകയാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം 36ഓളം കേന്ദ്രങ്ങളിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഡ്രോണുകളാണ് എത്തിയിരുന്നത്. അവ നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും സമാനമായിട്ടുള്ള രീതിയിൽ ആക്രമണം ഉണ്ടാകുന്നു. എന്നാൽ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് കൂടുതൽ സ്ഫോടക വസ്തുക്കൾ അടക്കം കുത്തി നിറച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ വഹിച്ചുകൊണ്ടുള്ള ഡ്രോണുകളാണ് എത്തിയത് എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. എന്തായാലും കൃത്യമായിട്ട് ഇടപെടൽ നടത്താൻ ഇന്ത്യൻ സേനയ്ക്ക് ആയിട്ടുണ്ട്. റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബാരാമുള്ളയിൽ അടക്കം സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുള്ള ഈ മേഖലയിൽ ഉള്ള ആളുകളെ നിരവധി സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം അവന്തിപ്പോറയിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യോമതാവളം, അതായത് വ്യോമസേനയുടെ താവളം നിലനിൽക്കുന്ന ഒരു മേഖലയാണ് അവന്തിപ്പോറ എന്ന് പറയുന്നത്. ഈ മേഖലയിലേക്കും ഇപ്പോൾ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇതും ഏറെ നിർണായകമായിട്ടുള്ള കാര്യമായി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളും സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഉതിർത്ത് വിട്ടിട്ടുള്ളത്. എന്നാൽ ഞൊടിയിടയിൽ അത് നിർവീര്യമാക്കുന്ന ഒരു നടപടിയിലേക്ക് ഇന്ത്യ കടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നും സൈനിക മേഖലകൾക്കപ്പുറം ജനവാസ കേന്ദ്രങ്ങളെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഇന്ന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. തീർച്ചയായും അബ്ദുൾ റഷീദ്, നമുക്കറിയാം ഇന്നലെ അബ്ദുൾ റഷീദ് പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ 36 കേന്ദ്രങ്ങളായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഇതാ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 20-ലധികം കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ എന്നുള്ളതാണ്. ഒപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരേ സമയത്ത് പല ഭാഗത്തേക്ക് ഇപ്പോൾ അവന്തിപ്പോരയിൽ
നോക്കുകയാണെങ്കിൽ വ്യോമ താവളം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചാണെങ്കിൽ സാധാരണ ജനങ്ങളെ കേന്ദ്രീകരിച്ചാണ് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇന്ത്യൻ സൈന്യത്തെ എങ്ങനെയൊക്കെ പ്രതിരോധത്തിലാക്കാം എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പാകിസ്ഥാൻ നീക്കങ്ങൾ ഓരോന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരേ സമയത്ത് പലയിടങ്ങളിൽ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം. ഭദ്ര, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 36 കേന്ദ്രങ്ങളിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഡ്രോൺ പരീക്ഷണം അല്ലെങ്കിൽ ഡ്രോൺ വിക്ഷേപണം ഉണ്ടായത്. അതിൽ 26 കേന്ദ്രങ്ങൾ എന്ന ഒരു കണക്കിലേക്ക് സേനാ വിഭാഗങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇന്ന് ഈ മേഖലകളിലേക്ക്, അതായത് നിരവധിയായിട്ടുള്ള മേഖലകളിലേക്ക് ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നു. രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗുജറാത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇപ്പോൾ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അവസാന ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. നേരത്തെ ജമ്മു കാശ്മീരിൻ്റെയും പഞ്ചാബിൻ്റെയും ഹിമാചൽ പ്രദേശിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നത്. ഇപ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നു എന്നൊരു വിവരമാണ് ലഭ്യമാകുന്നത്. ഗുജറാത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഈ മേഖലകളിലൊക്കെ തന്നെയും ബ്ലാക്ക് ഔട്ട് നിരീക്ഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ മാത്രം 15ഓളം ഇടങ്ങളിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. പഞ്ചാബിൽ 7 ഇടങ്ങളിലാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം ഹിമാചൽ പ്രദേശിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്കും ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട സൂചനകളും ദേശീയ മാധ്യമങ്ങൾ നൽകുകയാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ കൂടുതൽ മേഖലകളിലേക്ക് ഡ്രോണുകൾ വിക്ഷേപിക്കുന്ന ഒരു സമീപനം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഇത് ഏറെ നിർണായകമായിട്ട് തന്നെയാണ് ഇന്ത്യൻ സേന കണക്കാക്കിയിരിക്കുന്നത്. ഈ മേഖലകളിലുള്ള എല്ലാ ഡ്രോണുകളും നിർവീര്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേത് സമാനമായിട്ടുള്ള ഒരു നിർവീര്യമാക്കുന്ന പ്രക്രിയ ഇന്ത്യ ഇന്നും തുടരുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മേഖലകളിലേക്ക് എത്തിയിട്ടുള്ള, പ്രധാനമായും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിയിട്ടുള്ള ഈ ഡ്രോണുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും അവന്തിപ്പോറയിൽ അടക്കമുള്ള സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രോണുകൾ എത്തിയിരിക്കുകയാണ്. ഇത് ഏറെ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഇന്ത്യ നൽകുമെന്നതുള്ള ഏറെ നിർണായകമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് തന്നെയായിരിക്കും പ്രതിരോധ മന്ത്രാലയം മുന്നോട്ട് പോവുക. എന്തായാലും ഈ യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. നേരത്തെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള രണ്ടാമത്തെ ആക്രമണവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ സേനാ മേധാവികളുമായി യോഗം പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ യോഗവും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഈ യോഗത്തിൽ ഈ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു വിശകലനം സേനാ മേധാവികളൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധരിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ തുടർ നടപടികൾ എന്തൊക്കെ കൊണ്ടുവരണം എന്നതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ തിരിച്ചടി നൽകേണ്ടത് ഏത് മുഖേനയാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട ആസൂത്രണങ്ങൾ ഈ യോഗത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും നിലവിൽ ഗുജറാത്തിലേക്കും ഇപ്പോൾ ഈ ഡ്രോണുകൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അവസാന ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. 8 ഡ്രോണുകൾ എത്തിയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട്. അതേസമയം ഇന്ത്യ അതിനെ നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്, ശക്തമായിട്ട് തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോൾ വ്യക്തമാവുന്നത്. ഇപ്പോൾ ഒരു കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 26 സ്ഥലങ്ങളിൽ കൃത്യമായിട്ടുള്ള ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നത് നമുക്ക് വ്യക്തമാവുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസത്തിന് സമാനമായിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് വ്യക്തമാക്കുന്ന കണക്കുകളാണ് ഈ 26 ഇടങ്ങളിലേക്ക് ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത്. ഒരു പക്ഷേ ഇതിൽ കൂടുതൽ മേഖലകളിലേക്ക് ആക്രമണം ഉണ്ടായിട്ടുണ്ടാകാം എന്നും നമുക്ക് അനുമാനിക്കാവുന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ 36 കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നു എന്ന സേനാ വിഭാഗങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലാക്കാൻ പറ്റുന്നത് ജമ്മു കാശ്മീരിലടക്കം വിവിധ നഗരപ്രദേശങ്ങളിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഗുജറാത്തിൽ ഇതാ ഡ്രോൺ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു, അത്തരത്തിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 26 സ്ഥലങ്ങളാണ് ഇന്ന് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 36 കേന്ദ്രങ്ങളായിരുന്നു. എന്തായാലും ഡ്രോണുകൾ തകർക്കുന്നുണ്ട്. ഇന്ത്യ തകർത്ത് പ്രതിരോധം സൃഷ്ടിക്കുകയാണ്. ശ്രീനഗറിൽ വിമാനത്താവളത്തിന് സമീപം സ്ഫോടനമുണ്ടാകുന്നു. ഒപ്പം ബാരാമുള്ള നഗരത്തിലും സ്ഫോടനമുണ്ടായതായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഡ്രോണുകൾ കരസേന നിർവീര്യമാക്കിയിരിക്കുന്നു എന്നുള്ള
ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത കൂടി അതിനോടൊപ്പം തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡ്രോൺ ആക്രമണത്തിൽ ഒന്നിലധികം പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് വേണ്ട വൈദ്യസഹായം നൽകാനുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഒപ്പം വിമാന സർവീസ് മറയാക്കിക്കൊണ്ട് ആക്രമണം നടത്തുകയാണ് പാകിസ്ഥാൻ എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ലാഹോറിന് സമീപം 2 യാത്രാ വിമാനങ്ങൾ മറയാക്കി എന്നുള്ള റിപ്പോർട്ടാണ്, ഏറ്റവും നിർണായകമായ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ദില്ലിയിൽ നിർണായക യോഗങ്ങൾ ചേർന്നിരുന്നു. അജിത് ഡോവൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ സൈനിക മേധാവിമാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇതിനിടെ പാകിസ്ഥാന് ധനസഹായം നൽകുന്ന IMF-ന്റെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു. ഏറ്റവും പ്രധാനമായി ഇന്ത്യ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അതായത് ഈ IMF-ൽ നിന്നുള്ള ഫണ്ട് പാകിസ്ഥാൻ ഭീകരവാദത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭീകരർക്ക് സഹായത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന ആരോപണമാണ് ഇന്ത്യ പറയുന്നത്. എന്നിട്ടാണോ ഈ വോട്ടെടുപ്പിൽ നിന്നും ഇന്ത്യ മാറി നിൽക്കുന്നത്? ഇനി പാകിസ്ഥാൻ ഇന്നലെ നടത്തിയത് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണമാണെന്ന് ഇന്നിപ്പോൾ ഒരു സ്ഥിരീകരണം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. സംഘർഷത്തിന്റെ മറവിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ആരോപിച്ചിരുന്നു. ഒപ്പം ഗുരുദ്വാര ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ടെന്നും വിദേശകാര്യ സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചിരുന്നു. അല്പസമയം മുമ്പ്